ദീർഘനേരത്തെ ഉപവാസത്തിന് ശേഷം നോമ്പ് തുറക്കുന്നതിനാൽ വളരെ പെട്ടെന്ന് ദഹിക്കുന്നതും അതുപോലെ തന്നെ ലഘുവായിട്ടുള്ള ആഹാരങ്ങളും പാനീയങ്ങളുമാണ് ശീലിക്കേണ്ടത്. ഈത്തപ്പഴവും അതുപോലെ തന്നെ വെള്ളവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നോമ്പുകാരനുണ്ടാകുന്ന ക്ഷീണം, അതുപോലെ തന്നെ വിശപ്പ്, അതുപോലെ തന്നെ ഗ്ലൂക്കോസിൻ്റെ അപര്യാപ്തത, ഇതൊക്കെ പരിഹരിക്കുന്നതിന് വളരെ നല്ല ഒരു ഫലമാണ് ഈത്തപ്പഴം. ഇത് കൂടാതെ ഈത്തപ്പഴത്തിൽ വിറ്റാമിൻ എ, അതുപോലെ തന്നെ B6, B9, അതുപോലെ തന്നെ പൊട്ടാസ്യം, ഇവയൊക്കെ വളരെ നന്നായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു ഫലമാണ് ഈത്തപ്പഴം. നോമ്പ് തുറക്കുന്ന സമയത്ത് നാരങ്ങ വെള്ളമോ ഫ്രൂട്ട് ജ്യൂസോ ഉപയോഗിക്കാം. എന്നാൽ അസിഡിറ്റി, അതുപോലെ തന്നെ നെഞ്ചരിച്ചിൽ പോലുള്ള അസുഖങ്ങളുള്ളവർ പുളിയുള്ള ഫ്രൂട്ട്സുകളുടെ ജ്യൂസ് അതല്ലെങ്കിൽ നാരങ്ങ വെള്ളം ഒഴിവാക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ചൂടുകാലമായതുകൊണ്ട് തന്നെ ഈത്തപ്പഴം വെച്ച് നോമ്പ് തുറന്നതിന് ശേഷം കുക്കുംബർ വർഗ്ഗത്തിൽപ്പെട്ടിട്ടുള്ള കക്കരിക്ക, അതുപോലെ തന്നെ തണ്ണിമത്തൻ പോലുള്ള ഫ്രൂട്ട്സുകൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്. നോമ്പ് തുറന്നതിന് ശേഷം ഏറ്റവും നന്നായിട്ട് കഴിക്കേണ്ടതായിട്ടുള്ള ഒന്നാണ് ഫ്രൂട്ട്സ് എന്നുള്ളത്. അതിൽ തന്നെ ഫ്രൂട്ട്സ് ജ്യൂസിനേക്കാളും ഏറ്റവും നന്നായിട്ടുള്ളത് കട്ട് ഫ്രൂട്ട്സുകളാണ്. ഈ കട്ട് ഫ്രൂട്ട്സിനകത്ത് തന്നെ ഫൈബർ കണ്ടൻറ്റുകൾ നഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ അത് നമുക്ക് ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ നൽകുന്നതായിരിക്കും. നോമ്പുതുറ സമയത്ത് ഏറ്റവും നല്ലത് എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ആഹാരങ്ങൾ ഒഴിവാക്കുന്നതാണ്. ഇങ്ങനെ എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ആഹാരങ്ങൾ കൂടുതലായി കഴിക്കുന്നത് നമുക്ക് പല രോഗങ്ങൾക്കും കാരണമായേക്കാം. ചിലപ്പോൾ ഇത്തരം പദാർത്ഥങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന എണ്ണ, നിരവധി തവണ ഉപയോഗിച്ച എണ്ണകളൊക്കെ ഉപയോഗിക്കപ്പെടുന്നുണ്ടായിരിക്കും. ഇതൊക്കെ നമുക്ക് മാരകമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമായിരിക്കും. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും ശരീരത്തിന് നല്ലത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് പരമാവധി ഹോട്ടലുകളിൽ നിന്നും അതുപോലെ തന്നെ വീടിന് പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ പരമാവധി ശ്രമിക്കുക. പല അസുഖങ്ങൾക്കും മരുന്ന് കഴിക്കുന്നവരും നോമ്പെടുക്കുന്നവരും ഉണ്ടായിരിക്കാം. അത്തരം ആളുകൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പുള്ള ഗുളികകൾ അതല്ലെങ്കിൽ അവരുടെ മരുന്നുകൾ പ്രത്യേകം കഴിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. പ്രമേഹ രോഗികളാണെങ്കിൽ, ഇൻസുലിൻ എടുക്കുന്നവരാണെങ്കിൽ നോമ്പിന് മുമ്പ് തന്നെ അവർ കാണിക്കുന്ന ഡോക്ടറെ കാണിച്ച് അതിൻ്റെ ഡോസ് മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ അത് മാറ്റം വരുത്തിയതിന് ശേഷം മാത്രം ഇൻസുലിൻ എടുക്കുക. സ്വന്തമായി ഈ ഡോസുകൾ കുറക്കുകയോ കൂട്ടുകയോ ഒന്നും ചെയ്യരുത്. നോമ്പ് തുറക്കുന്ന സമയത്ത് അരവയർ മാത്രം ഭക്ഷണം കഴിക്കുക. അരവയർ നാം പിന്നീട് ഭക്ഷണങ്ങൾ കഴിക്കുന്നതിനും അതുപോലെ തന്നെ വെള്ളം കുടിക്കുന്നതിനും ഫ്രൂട്ട്സ് കഴിക്കുന്നതിനും ഒക്കെ ആയിട്ട് നാം ഒഴിച്ചിടുക. മസാല കൂടുതലുള്ള ഭക്ഷണങ്ങൾ നോമ്പ് തുറക്കുന്ന സമയത്ത് പൂർണ്ണമായും ഒഴിവാക്കുക. എല്ലാവർക്കും ഒരു സന്തോഷപൂർണ്ണം അതുപോലെ തന്നെ ആരോഗ്യപൂർണ്ണവുമായിട്ടുള്ള ഒരു റംസാൻ ആശംസിക്കുന്നു.